അന്ന റജുലൻ ജാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന റജുലൻ തീർച്ചയായും ഒരാൾ, ജാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു. ഫഖാല എന്ന് അയാൾ ചോദിച്ചു, അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്. അയ്യുന്നാസ് ജനങ്ങളിൽ ആരാണ്, ഏത് തരം മനുഷ്യന്മാരാണ്, അഹബ്ബു ഇലല്ലാഹ് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ ആരാണെന്ന, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ജനങ്ങളിൽ ആരാണ്. വഅയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല. അതോടൊപ്പം വഅയ്യുൽ അഅ്മാലി അമലുകളിൽ ഏതാണ്, അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല അല്ലാഹു തആലാക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമലുകൾ ഏതാണ്. രണ്ട് ചോദ്യമാണ്. അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ആരാണ്, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മങ്ങൾ ഏതാണ് എന്ന് ഒരാൾ നബിയോട് ചോദിച്ചു. അപ്പം അതിന് നബി തങ്ങൾ കൊടുക്കുന്ന മറുപടിയാണ് ഈ ഹദീസ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അഹബ്ബുന്നാസി ഇലല്ലാഹ് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ, ജനങ്ങളിൽ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, അൻഫഉഹും ലിന്നാസ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായവനാരോ അവനാകുന്നു. ജനങ്ങളുടെ കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് ഏറ്റവും അധികം ഉപകാരമുള്ളവൻ അവനാണ് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. അൻഫഅ നാഫിഅ നഫ്അ ഉപകാരം, നാഫിഅ ഉപകാരമുള്ളവൻ, അൻഫഅ ഏറ്റവും അധികം ഉപകാരമുള്ളവൻ, അക്ബർ എന്ന് പറയുമ്പോൾ അൻഫഅ ഏറ്റവും ഉപകാരമുള്ളവൻ. ജനങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നവൻ ആരാണോ അവനാണ് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക, അവരെ സഹായിച്ചു കൊടുക്കുക, അവരുടെ നമ്മുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കൂടെ കൂടി കൊടുക്കുക, ഇതൊക്കെ അല്ലാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ജീവകാരുണ്യ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ആളുകൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രശ്നമായിട്ട് ഒരു വീടില്ല, അല്ലെങ്കിൽ അവൻ്റെ ഒരു രോഗമാണ്, അവന് മറ്റു പ്രയാസമുണ്ട്, ആ പ്രയാസം തീർക്കുവാനായി അവൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് അത് ശരിയാക്കിയെടുക്കുന്ന ആ വക കാര്യങ്ങൾ, അത് അല്ലാഹ്ക്ക് അത്തരം ആളുകളെ വലിയ ഇഷ്ടമാണ്. വിശ്വാസിയുടെ ഒരു മുഖമുദ്രയാണിത്. സത്യവിശ്വാസി ഒരിക്കലും തൻ്റെ കാര്യം മാത്രം നോക്കുന്നവനല്ല, അയൽവാസിയെ, കുടുംബങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അന്യരെ എല്ലാം പരിഗണിക്കുന്നവനാണ് സത്യവിശ്വാസി. ഇപ്പം സക്കാത്ത് പറഞ്ഞപ്പോൾ പോലും വിട്ടവകാശികൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു അവകാശി ഒബനുസബീൽ എന്നാണ്. ഒബനുസബീൽ എന്ന് പറഞ്ഞാൽ വഴിപുത്രൻ എന്നാണ് നേരർത്ഥം. ഇബ്നുസബീൽ വഴിയുടെ പുത്രൻ എന്ന് പറഞ്ഞാൽ അന്യ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് കുടുങ്ങിയ ഒരാൾ. അയാൾ നാട്ടിൽ പക്ഷെ പണക്കാരനായിരിക്കും, അയാൾക്ക് അവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകും. ഇപ്പം അയാൾ ഇവിടെ വന്ന് പെട്ടു, അയാൾക്ക് തിരിച്ചു പോകാൻ വഴിയില്ല, തൽക്കാലം ബുദ്ധിമുട്ടിലാണ്. അയാൾക്ക് സക്കാത്തിൽ നിന്ന് വരെ ഒരു വിഹിതം നൽകാം. അപ്പോൾ അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അയാളുടെ നാടോ അയാൾ പരിചയമൊന്നും അവിടെ ഒരു ഘടകമല്ല. അയൽവാസി പട്ടിണി കിടക്കുന്നവനും വയറു നിൽക്കുന്നവൻ വിശ്വാസിയല്ല എന്ന് പറഞ്ഞു. അയൽവാസി ജാതിയും മതം ഒന്നും അവിടെ പരിഗണിക്കാൻ പറഞ്ഞിട്ടില്ല.